നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നേപ്പാളിലുണ്ടായ ശക്തമായ വെള്ളപ്പൊക്കത്തിലും നിരവധി പേരുടെ മരണത്തിനും പിന്നാലെ ഉത്തർപ്രദേശിലും ജാഗ്രതാ നിർദ്ദേശം ശക്തമാവുകയാണ്. നേപ്പാളുമായി വടക്കൻ അതിർത്തി പങ്കിടുന്ന മഹാരാജ്ഗഞ്ച്, കുശിനഗർ ജില്ലകളിലാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേപ്പാളിൽ നിന്നുള്ള ജലപ്രവാഹത്തെ തുടർന്ന് ഈ ഗദക് ഉൾപ്പെടെയുള്ള നദികളിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിലാണ് ഭരണകൂടത്തിന്റെ നടപടി വരുന്നത്. നദിയിലെയും മറ്റ് ജലാശയങ്ങളിലെയും ജലനിരപ്പ് അധികൃതർ നിരന്തരം നിരീക്ഷിച്ചു വരികയാണ്. നദീതീരത്തുള്ള ദുർബല പ്രദേശങ്ങളിലെ ഗ്രാമങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഴിയുന്നത്ര വേഗത്തിൽ തന്നെ മാറി താമസിക്കാൻ പറ്റുന്നവർ മാറണം എന്നുള്ള അറിയിപ്പും വരുന്നുണ്ട്. ദുരിതാശ്വാസ രക്ഷാ സംഘങ്ങളെയും സജ്ജമാക്കിയിട്ടുണ്ട്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തെ തുടർന്ന് അതിർത്തി കടന്നെത്തുന്ന ജലപ്രവാഹം വർദ്ധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് UP ഭരണകൂടം മുൻകരുതൽ നടപടികൾ ശക്തമാക്കിയത്. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശപ്രകാരം രക്ഷാപ്രവർത്തനങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുമായി 32 അംഗ SDRF പ്ലാറ്റൂണിയനും 22 PSC ഉദ്യോഗസ്ഥരും നേപ്പാളിലേക്ക് വിന്യസിച്ചതായി ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട്. നേപ്പാളിലെ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ഉത്തരാഖണ്ഡിലെ ചമ്പാവത് ജില്ലയും അതീവ ജാഗ്രത തുടരുകയാണ്. നദീതീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയെ തുടർന്നാണ് അധികൃതർ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചത്. നദികളിലെ ജലനിരപ്പിലെ മാറ്റം നിരീക്ഷിച്ചു വരികയാണ്. അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിനുള്ള സംവിധാനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. നേപ്പാളിൽ നിന്നുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ബീഹാറിലെ പശ്ചിമ ചമ്പാരനിലും ജാഗ്രത തുടരുകയാണ്. സംസ്ഥാനത്തെ വിവിധ ദുരന്തബാധിത സാധ്യതാ മേഖലകളിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. ബീഹാറിൽ ഇതിനോടകം തന്നെ 5000 പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചു. ചബാരൻ, മുസാഫർപൂർ തുടങ്ങിയ മേഖലകളിലായി 9 NDRF സംഘങ്ങളെയും വിന്യസിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി മുഖ്യമന്ത്രി സമ്രാട് ചൌധരി ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു. നദികളിലെ ജലനിരപ്പ്, താഴ്ന്ന പ്രദേശങ്ങളിലെ സ്ഥിതി, ദുരിതാശ്വാസ സംവിധാനങ്ങളുടെ തയ്യാറെടുപ്പ് എന്നിവ യോഗത്തിൽ വിലയിരുത്തി. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിന് പിന്നാലെ അതിർത്തി സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദികളിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിലാണ് UP, ഉത്തരാഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങൾ ഒരേ സമയം ജാഗ്രത ശക്തമാക്കിയിരിക്കുന്നത്. അതിർത്തിക്കപ്പുറത്തെ ദുരന്തം ഇന്ത്യയിലെ നദീതട മേഖലകളെയും ബാധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഓരോ ജലനിരപ്പ് മാറ്റവും അധികൃതർ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ കൂട്ടിവായനകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. നേപ്പാളിൽ സംഭവിച്ചത് നാളെ കേരളത്തിൽ സംഭവിച്ചുകൂടാനില്ല എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം മുല്ലപ്പെരിയാർ എന്നത് ഒരു സൈലന്റ് ബോംബായി ഇപ്പോഴും കേരളത്തെ തലയ്ക്ക് മുകളിൽ നിൽപ്പുണ്ട്. 6 ജില്ലകളെയാണ് അത് നേരിട്ട് ബാധിക്കുന്നതെന്ന് വ്യക്തമാകുന്നു. ഇത് രാവിലെ ആയതിനാൽ തന്നെ നേപ്പാളിലുണ്ടായ മഹാദുരന്തത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുമ്പോൾ നെഞ്ചിൽ വല്ലാത്തൊരു ഉലച്ചിൽ. ഇതേ സമാനമായ രീതിയിൽ തന്നെയാകണം പെട്ടിമുടിയിലും അതുപോലെ തന്നെ ഇതിന് മുൻപും ഉള്ള കേരളത്തിൽ നടന്ന വയനാട്ടിലും ഒക്കെ തന്നെ ഉണ്ടായ ഉരുൾപൊട്ടൽ ഇങ്ങനെയൊക്കെ ആയിരിക്കണം. രാത്രി ആയതിനകത്ത് നമുക്ക് അതിന്റെ തീവ്രത മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ പിറ്റേന്ന് ആ ഒലിച്ചുപോയ വെള്ളത്തിന്റെ ഒക്കെ തന്നെ വെള്ളവും ജലവും ജീവനും ഒക്കെ തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നത്. അതിന്റെ നേർക്കാഴ്ചയാണ് ഇപ്പോൾ നേപ്പാളിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, അഡ്വക്കേറ്റ് റസൽ ജോയ് എന്ന വ്യക്തി, അദ്ദേഹം മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് വേണമെന്ന് ശക്തമായി വാദിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്, മുമ്പ് ചെന്നൈയിലാണ് ഒരു ഭൂകമ്പം ഉണ്ടായി. അവിടെ വെള്ളപ്പൊക്കം ഒക്കെ തന്നെ രൂക്ഷമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒന്നും മാറി അത് കേരളത്തിലായിരുന്നു എങ്കിൽ ഒരു പക്ഷേ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ അതോടുകൂടി തീരുമാനമുണ്ടാകും. 100% ഉറപ്പ് അത് പൊട്ടുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് റസൽ ജോയ് മുൻപ് പലതവണ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ്. മുൻപ് അദ്ദേഹം മലയാളി വാർത്തയോട് നേരിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. ആ പ്രതികരണം നമുക്ക് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിവായിക്കണം. കാരണം ഒന്നും കണ്ടില്ല, ഒന്നും കേട്ടില്ല എന്ന് അടിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം അനവധി ആളുകളുടെ ജീവന്റെ പ്രശ്നം കൂടിയാണ് ഇന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഈ വലിയ ടൈം ബോംബ് എന്ന് പറയുന്നത്. ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ പറയുന്നുണ്ട്, ലോകത്തിലെ ഏറ്റവും ഭീഷണി ഉയർത്തുന്ന അല്ലെങ്കിൽ വളരെ പേടിപ്പെടുത്തുന്ന ഒരു അപകടാവസ്ഥയിൽ നിൽക്കുന്ന അണക്കെട്ട് എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടാണ് എന്നുള്ള റിപ്പോർട്ടുകൾ അടക്കം വന്ന സാഹചര്യത്തിൽ ഇപ്പോഴും കർശന നടപടി ജലം ഉയർത്താൻ പോവുകയാണ്, ജലത്തിന്റെ ആ ഒരു നിരപ്പ് ഉയർത്താൻ പോവുകയാണ് എന്ന് തമിഴ്നാട് പറയുന്നു. പുതിയ ഡാം എന്ന കേരളത്തിന്റെ ആശയം പൂർണ്ണമായി തള്ളിക്കളയുന്ന സാഹചര്യം ഒക്കെ തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. മുൻപ് അദ്ദേഹം പറഞ്ഞ റസൽ ജോയ് പറഞ്ഞ വാക്കുകൾ നമുക്ക് ഒന്നുകൂടെ കേൾക്കണം. കാരണം ഇപ്പോഴും സജീവ ചർച്ചകളിൽ നിൽക്കേണ്ടതുണ്ട്. കാരണം തമിഴ്നാട് ഇത്തരം ഒരു കർശന നടപടി സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജീവനുകൾ ആപത്തിലാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നേപ്പാളിൽ നിന്നും കേരളവും ഇന്ത്യയും ഒരു പഠിക്കേണ്ട കാര്യങ്ങൾ നിരവധിയാണ് എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ നേപ്പാൾ ഉണ്ടായിരിക്കുന്ന ഇത്രയും വലിയൊരു ഭൂകമ്പവും ഇത്രയും വലിയൊരു ദുരന്തം എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട്. റസൽ ജോയുടെ വാക്കുകളിലേക്ക്. കാര്യങ്ങളും നമ്മുടെ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിവില്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയേണ്ടി വരും.
ഇദ്ദേഹം തന്നെ എത്രയോ പ്രാവശ്യം ഈ മുല്ലപ്പെരിയാർ ഡാമിന് ബലക്ഷയമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം നമ്മളെയൊക്കെ പേടിപ്പിച്ചത് കൊണ്ടല്ലേ നമ്മൾ ഇതിൻ്റെ പുറകെ നടന്നത്. ഇവർ മനുഷ്യമതിൽ തീർത്തില്ലേ? മനുഷ്യമതിൽ തീർത്തതിൽ ഞാനും പോയി നിന്നതാണ്. അന്ന് ആ ഇലക്ഷൻ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് ഇതായിരുന്നു. കേരളത്തിലെ ജനങ്ങൾ ഇവർ പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ് ഈ മനുഷ്യച്ചങ്ങലയിൽ പോയി നിന്നത്, ഞാനടക്കം. എന്നിട്ട് ആ ഗവൺമെൻറ് ഇവരെല്ലാവരും ഈ ഒരു വിഷയത്തിൽ ആത്മാർത്ഥതയുണ്ട് എന്ന് വിചാരിച്ച കേരളത്തിലെ ജനങ്ങൾ ഇവർക്ക് വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിച്ച് വി.എസ്. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി. ആ സമയത്ത് ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ 100 മീറ്റർ താഴെ 600 കോടി രൂപ എസ്റ്റിമേറ്റിൽ ഒരു പുതിയ ഡാം നിർമ്മിക്കാനുള്ള പൈലിംഗ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തതാണ്. എന്നിട്ട് തമിഴ്നാട് ഏകപക്ഷീയമായി ആ കരാറിൽ നിന്ന് പിന്മാറി. അപ്പോൾ അതിനെക്കുറിച്ച് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന വി.എസ്. അച്യുതാനന്ദനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് തമിഴ്നാട് ഏകപക്ഷീയമായി പിന്മാറിയതിൽ എന്തോ ദുരൂഹതയുണ്ടെന്നാണ്. അപ്പോൾ ഈ ദുരൂഹതയൊക്കെ കണ്ട് നമ്മൾ പേടിക്കണ്ടേ? 2011 26 ഭൂകമ്പങ്ങൾ ഇടുക്കി ജില്ലയിലുണ്ടായി. റിക്ടർ സ്കെയിലിൽ മാഗ്നിറ്റ്യൂഡ് 1 to 2 വരുന്നത്. 2020 അത് കഴിഞ്ഞ വർഷം 21 ഭൂകമ്പങ്ങളുണ്ടായ. റിക്ടർ സ്കെയിലിൽ മാഗ്നിറ്റ്യൂഡ് 2 to 3. ഇപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഈസ് ഇൻക്രീസിങ്. ഈ കഴിഞ്ഞ മാസം 3 ഭൂകമ്പങ്ങളുണ്ടായില്ലേ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ഇടുക്കിയിലടക്കം കുമളിയിലടക്കമൊക്കെ ഉണ്ടായില്ലേ? റിക്ടർ സ്കെയിലിൽ 3+ ആണ്. മാക്സിമം ഉണ്ടായത് 3.4 ആണ്. ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ചെന്നൈയിൽ കടലിലൊരു ഭൂകമ്പമുണ്ടായി. റിക്ടർ സ്കെയിലിൽ 5.1. അത് കുറച്ചങ്ങോട്ട് മാറിപ്പോയി എന്നല്ലേ ഉള്ളൂ. കടലിൽ ഭൂകമ്പമുണ്ടായിട്ട് വലിയ പ്രകമ്പനങ്ങളോടെ കര വിറച്ചു. വലിയ അപകടങ്ങളൊന്നും വന്നില്ല കടലിലായതുകൊണ്ട്. അത് നമ്മുടെ കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടെന്ന് വിചാരിച്ചാൽ മതി. മനസ്സിലായോ? ഭൂമിയുടെ വലിപ്പമൊക്കെ വെച്ച് നോക്കുമ്പോൾ ചെന്നൈ കടൽ എന്നൊക്കെ പറയണത് അധികം ദൂരമൊന്നുമില്ല. അത് കേരളത്തിലാണ് സംഭവിച്ചിരുന്നെങ്കിലോ എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ ഭയപ്പെടാണ്. IIT റിപ്പോർട്ടിലുണ്ട് 5 കൂടുതൽ മാഗ്നിറ്റ്യൂഡ് വരുന്ന ഭൂകമ്പം ഉണ്ടായാൽ ഇതെല്ലാം പൊട്ടിത്തകർന്നു വരുമെന്ന്. മുകളിലുള്ള ഒരു ഡാം പൊട്ടിത്തകർന്നാൽ താഴെയുള്ള ഡാംസ് എല്ലാം നശിക്കുമെന്നുള്ളത് പഠന റിപ്പോർട്ടിലുണ്ട്. IIT റൂർക്കി പഠിച്ചു, IIT ഡൽഹി പഠിച്ചു. ഏഷ്യൻ ഡാം സേഫ്റ്റി അസന്നിഗ്ധമായ ഭാഷയിൽ പറയുന്നു ഈ മുല്ലപ്പെരിയാർ ഡാം വീക്കാണെന്ന്. അപ്പോൾ ആരാ പേടിപ്പിക്കുന്നത്? ഈ റിപ്പോർട്ടുകളാണ് നമ്മളെ പേടിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വർഷങ്ങളോളം മുമ്പ് ഈ ഡാമിന് ബലക്ഷയമുണ്ടെന്ന് പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിച്ചത്. അപ്പോൾ ആരൊക്കെ കേരള ഗവൺമെൻറ് ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചല്ലോ, അതിൻ്റെ റിപ്പോർട്ടും പേടിപ്പെടുത്തുന്നതാണ്. ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്താ പറയുന്നത്? 35 തൊട്ട് 40 വർഷം പഴക്കമായ കേരളത്തിലെ എല്ലാ ഡാമുകളും ഡീകമ്മീഷൻ ചെയ്യണമെന്നാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് പറയുന്നത്. അപ്പോൾ ആരാ പേടിപ്പിക്കുന്നത്? ഗാഡ്ഗിലല്ലേ? ഞാനാണോ? ഞാൻ എന്താ പറയുന്നത്? ഞാനിത് റിപ്പോർട്ടുകൾ പറയുന്നു. ഞാൻ ലോയറാണ്, ഞാൻ എൻജിനീയറല്ല, ഹൈഡ്രോളജിസ്റ്റ് അല്ല, സീസ്മോളജിസ്റ്റ് അല്ല. ഞാൻ പറയുന്നത് ഇവരുടെ റിപ്പോർട്ടുകൾ വെച്ചിട്ടാണ് പറയുന്നത്.